നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദർശനെ, ഞാൻ ആലോചിക്കുക, നീ ഇല്ലാതെ ഞാൻ ഈ സീറ്റിലെങ്ങാനും കയറി ഇരുന്നെങ്കിൽ. ഓ, ആലോചിക്കുമ്പോ തന്നെ വയറ്റിന്നൊരാന്തല. രൂപേഷേട്ടാ, എന്റെ ശക്തി എന്താണെന്നറിയോ? എന്റെ അടുത്ത് രൂപേഷേട്ടൻ ഇരിക്കുന്നതാ. അതാ എന്റെ ഭാഗ്യം. എന്താ മോനെ? പവിത്രൻ സാറ് ഇരിക്കെ. പവിത്രൻ സർ, കമ്പനി നടത്തി വലിയ പരിചയമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം മുതലേ ബാലപാഠങ്ങൾ പഠിച്ചു വേണം തുടങ്ങാൻ. ബാലപാഠങ്ങളിൽ കാണുന്ന ക ഖ ഗ ഖ ങ പഠിച്ചിട്ടല്ല കമ്പനി നടത്തുന്നത്. മാത്രമല്ല, ഇന്നലെ വരെ പൂട്ടിക്കിടന്ന കമ്പനി അല്ലല്ലോ ഇത്. ഇന്ന് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് പോലെ അങ്ങ് മുമ്പോട്ട് പോയിക്കോളും. ഈ കസേരയിൽ ഇരിക്കുമ്പോ ചിലതൊക്കെ അറിയണ്ടേ പവിത്രൻ സാറെ? അറിവിന്റെയും അനുഭവത്തിന്റെയും അളവ് നോക്കിയിട്ടാണ് സ്ഥാനമാനങ്ങൾ കിട്ടുന്നത് എങ്കിൽ ഇവനിപ്പോ ഇവിടെ ഇരുന്ന് മിക്കി മൗസ് കളിക്കേണ്ടി വരില്ലായിരുന്നു. സർ, എനിക്ക് വിശ്വം ഫിനാൻസിലെ ക്ലയൻസിന്റെ ലിസ്റ്റ് ഒന്ന് വേണം. ആ ലിസ്റ്റ് അടങ്ങിയ ഫയൽ എവിടെയാ ഉള്ളത്? ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ, അതറിയാം സർ. ആ ലിസ്റ്റ് സാറിന്റെ കയ്യിലിരിക്കുന്ന ആ ഫയലിലേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അത് എനിക്കൊന്ന് കാണണം. പവിത്രൻ സാറേ, എനിക്ക് വിശ്വം ഫിനാൻസ് ലോൺ നൽകിയിട്ടുള്ള ക്ലയൻസിന്റെ ഡീറ്റെയിൽസ് അറിയണം. എത്ര ക്ലയൻസ്, അവരാരൊക്കെ, എവിടെയൊക്കെ എന്ന്. അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് വായിച്ചാൽ മനസ്സിലാവുന്നതല്ല. അതുകൊണ്ട് തൽക്കാലം മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂ. ക്ലയൻസിന്റെ ലിസ്റ്റ് വായിച്ചാൽ മനസ്സിലാകുന്ന സമയത്ത് ഞാൻ ആ ഫയൽ തന്നുവിടാം. ഈ ചെയറിലിരിക്കുമ്പോ ഏത് ഫയൽ എപ്പോ കാണണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. സാർ ആ ഫയലെ ഇങ്ങേൽപ്പിച്ചാ മാത്രം മതി. ആട്ടെ, എത്ര ക്ലയൻസ് ഉണ്ട് വിശ്വം ഫിനാൻസിൽ? അതൊക്കെ ഇവിടെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക്. ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം. അങ്കിളെ, അത് ശരിയല്ലല്ലോ. ദർശന ഇപ്പോ മോനെ, അയ്യോ, മോനിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്കിളെല്ലാം അമ്മയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ, മോനിരുന്നേ മൊബൈലിൽ മിക്കി മൗസ് കളിക്കേ. പൂച്ചയ്ക്ക് എലിയെ പിടിക്കാൻ കഴിയില്ല. എന്താ കാര്യം? എലി വലിയ തന്ത്രശാലിയ അല്ലേ? എന്ന് വെച്ച് ഈ എലി ഒരു ദിവസം വിചാരിച്ചാൽ പൂച്ചയെ പിടിച്ചങ്ങ് തിന്നാനൊന്നും പറ്റില്ലല്ലോ. പറ്റോ? ആ, അതാണ്. അതെ, ഇനി മേലിൽ എന്നെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് വിളിച്ചേക്കരുത്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞോളാം. അയ്യോടാ, കളിക്ക് മോൻ, കളിക്ക്. ദർശനെ, ഈ കാട്ടുപൂച്ചയ്ക്ക് നല്ലൊരു കൂടൊരുക്കണം. കയറിയാൽ പിന്നെ പുറത്ത് ചാടാൻ പറ്റാത്ത ഇരുമ്പിന്റെ കൂട്.
എന്താ പവി ഓഫീസിൽ നിന്ന് ഈ നേരത്ത്? ഇനി അവിടെ നിന്നാ അപമാനം കൊണ്ട് തൊലി ഉരിഞ്ഞു പോവും. അതാ ഇങ്ങോട്ട് പോന്നത്. അപമാനമോ? നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി ഇൻസൾട്ടിങ്. അതും പറഞ്ഞാ മനസ്സിലാവില്ല ചേച്ചിക്ക്. അനുഭവിച്ചറിയണം. പവി, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ സംഭവിച്ചത്? ചേച്ചി, ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് ഒരു കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്ന പോലെ ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ? ഞാൻ എന്തിനാ അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നേ? ചേച്ചി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയല്ലോ എനിക്ക്. അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ചേച്ചി അങ്ങനെ ഒരുത്തി ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്? പറയേ. പവി, അവള് നിന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാ നീ പറയുന്നത്? ചേച്ചി ചേച്ചി, വിശ്വേട്ടന്റെ മരണത്തിന് ശേഷം സങ്കടത്തോടെ ഇനി കമ്പനിയിലേക്ക് ഇല്ലാന്ന് ചേച്ചി പറഞ്ഞപ്പോ ചേച്ചി എന്നോട് ആവശ്യപ്പെടുക പോലും ചെയ്യാതെ ആ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങിയവനായി ഞാൻ. വിശ്വേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അതിനുള്ള അവസരം കൊടുക്കില്ലായിരുന്നു. രൂപേഷ് ഇല്ലായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ താളത്തിനൊത്ത് തുള്ളുകയല്ലാതെ ആ പാവത്തിന് വേറെ നിവർത്തിയില്ലല്ലോ. എന്നാലും രൂപേഷിന്റെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കുമ്പോ അവൾ ഒരു കാര്യമെങ്കിലും ആലോചിക്കണമായിരുന്നു. അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ ഒരുപാട് നാൾ ഈ തോളത്ത് ചുമന്ന് നടന്നിട്ടുള്ളവനാ ഈ മുമ്പിൽ നിൽക്കുന്നതെന്നെങ്കിലും ഓർക്കുമ്പോ സഹിക്കുന്നില്ല. ഞാൻ തിരിച്ചൊരു മറുപടി പറയാത്തത് ചേച്ചിയെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് മാത്രം. ഇനി മുതൽ ഞാൻ കമ്പനിയിലേക്കില്ല. ഇങ്ങനെ അവിടെ ചെന്ന് ഇൻസൾട്ട് ആവുന്നതിലും ഭേദം അതാ. ദർശനോട് ഞാൻ സംസാരിച്ചോളാം. നീ ഓഫീസിലേക്ക് ചെല്ല്. ഇല്ല ചേച്ചി, ഞാനിനി ഒരിടത്തേക്കും ഇല്ല.